രജിഷ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പം ഇപ്പൊ തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഓണയറിൽ നിന്ന് ഇപ്പൊ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ ഫീലിംഗ് ഉണ്ടോ? ഇപ്പൊ ഞാൻ സന്തോഷത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഭയങ്കര ഭയങ്കര ഒരു മൊമെന്റ് ആണ്. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പം ആ സിനിമയാണ് അതിനു വേണ്ടി സംസാരിക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സിനിമ സംസാരിക്കുന്നുണ്ട്. സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുന്നതിലും ഓരോരുത്തരുടെ എഫേർട്സും എടുത്തു പറയുന്നത്. ഇപ്പൊ സിനിമയുടെ റിവ്യൂസ് വരുമ്പോഴും പലരും പറയുമ്പം പൊതുവെ എല്ലാവരും ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞു പോകുമല്ലോ. ഇവിടെ എടുത്ത കോസ്റ്റ്യൂമിന്റെ കാര്യമാണെങ്കിൽ മേക്കപ്പ്, VFX, ആർട്ട്, സിനിമാറ്റോഗ്രഫി, ഓരോരുത്തരുടെ പെർഫോമൻസസ് ഓരോന്നും എടുത്ത് പറയുമ്പോൾ ഭയങ്കര പേഴ്സണലി ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇവരുടെ ഈ ഹാർഡ് വർക്ക് നമ്മൾ നേരിട്ട് കണ്ടതാണല്ലോ. ഇതുപോലത്തെ ഒരു സിനിമ, ഈ ജോണറിൽ വരുന്ന ഒരു സിനിമ മലയാളത്തിൽ നമ്മളുടെ ബഡ്ജറ്റ് എല്ലാം വെച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ല. അപ്പം അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പം അവരുടെ ഒക്കെ ഡിപ്പാർട്ട്മെന്റ്സിനെ എടുത്ത് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എന്തായിരുന്നു ഇങ്ങനെ ഒരു ജോണർ? ഇപ്പൊ നോർമൽ എല്ലാവരും രജിഷ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങൾ, അതൊന്നും ബ്രേക്ക് ചെയ്യണം, പ്രേക്ഷകരിലേക്ക് വേറെ ലെവലിലേക്ക് എത്തിക്കണം. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും വന്നില്ല എനിക്ക്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, എല്ലാം കളങ്കാവലിന് മുന്നേ എന്റെ അവസാനത്തെ റിലീസ് മധുര മനോരമമാണ്. എത്ര ഗ്യാപ്പായി. അപ്പൊ ഞാനിങ്ങനെ നല്ലത് വന്നാ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. പട്ടിണിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു സീനിലായിരുന്നു. എന്തോ കറക്റ്റ് ആ ഒരു സമയത്ത് കൃഷാന്തിന്റെ കോള് വന്നു. കൃഷാന്ത് വന്ന് ഇത് പറഞ്ഞ മൊമെന്റ് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നെയുള്ള കാര്യം. അത് കേട്ടപാടും ഇങ്ങനൊരു തോട്ടിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കൃഷാന്ത് വേണേ AD ആയിട്ട് വിളിച്ചിരുന്നെങ്കിൽ അതിന് വേണേ ഞാൻ പോയേനെ. അഭിനയിക്കാനല്ല രക്ഷ, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് വെച്ചിട്ട് ഞാൻ പോയേനെ. കാരണം ഇങ്ങനത്തെ സിനിമയുടെ ഭാഗം എങ്ങനെയെങ്കിലും ആവാൻ സാധിക്കുക എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചത്. അപ്പൊ അതിന്റെ കൂടെ ഫ്രീഡ എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടർ കിട്ടിയത് ചെറിയൊരു ടോപ്പ് ഓഫ് ദ കേക്ക് ആണ്. അത്രയും അതെ ലോട്ടറി. അല്ല, അത് ആറാട്ടണൻ മാത്രമല്ല, അത് ആ ഒരു ജോണറിൽ പെടുന്ന നമ്മുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന ഫാനുകളെ എല്ലാവരും റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ആറാട്ടണനായിട്ട് തോന്നിയത് ഭയങ്കര അത് ഒരുപാട് പേരുണ്ട്. ആറാട്ടണൻ ദിവ്യയെ വിളിച്ചു സംസാരിച്ചു, പുള്ളിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ആ സോങ് ഇറങ്ങിയപ്പോഴത്തേക്കും വൺ ഓഫ് ദ പീപ്പിൾ ഹു റിയലി സ്പോക്ക്, ഭയങ്കര വൈസായിട്ട് സ്പീക്ക് ചെയ്ത ഒരാളാണ് ആറാട്ടണൻ. അതിലൊരു വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പം നമ്മള് ഭയങ്കര സർപ്രൈസിങ് ആണ്. നമ്മള് ഒരു രീതിയിൽ വിചാരിക്കുന്ന ആൾക്കാർ വേറൊരു രീതിയിൽ അതിനെ റിയാക്ട് ചെയ്യും. നമ്മൾ വേറെ രീതിയിൽ വിചാരിക്കുന്ന ആൾക്കാർ എന്താണ് നിനക്ക് തുണി എടുത്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് ഭയങ്കര സർപ്രൈസിങ് ആണ്. അതാണ് ഇവിടുത്തെ അതെ, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ വുമൻസ് ഡേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആറാട്ടുകാരെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ദിലീപേട്ടന്റെ ഒരു വാക്ക് അതിൽ ഉപയോഗിക്കുന്നുണ്ടായി. അപ്പൊ അത് പിന്നീട് ചർച്ചയാവുന്ന അങ്ങനെ എന്തെങ്കിലും പേടിയോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, അതൊരു ആന്റി ദിലീപ് സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല. ഞാൻ പറയുന്നത് ആൾക്കൂട്ട മീഡിയ വിചാരണ കാണിക്കുന്ന ഒരു സാധനമാണ്. അപ്പം വായി തോന്നി വിളിച്ച് പറയല്ലേ ചേട്ടാന്നും അത് പറയുമ്പോഴത്തേക്കും നമ്മള് ദിലീപേട്ടന്റെ ക്രൈമോ അല്ലെങ്കിൽ ക്രൈം ചെയ്തിട്ടുണ്ടോന്നോ അത് ആ ക്വസ്റ്റ്യനൊക്കെ കോടതിയുടെ ഇതിനൊക്കെ വിട്ടുകഴിഞ്ഞു. ബട്ട് ദ മീഡിയ ഈസ് റിയലി സറൗണ്ടിങ് എ പേഴ്സൺ ഹൂസ് അക്യൂസ്ഡ്. അപ്പം അതിന്റെ ഒരു റെഫറൻസ് ആണ്. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് ആ ഒരു മീഡിയ ഹോണ്ട് ചെയ്യുന്ന ഒരു സാധനം കാണിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതൊരു എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നതാണ്, ഒരു റിയാലിറ്റി എക്കോസിസ്റ്റത്തിന്. അതിൻ്റെ അകത്ത് ഇതെല്ലാം വരുന്നുള്ളതാണ്. അപ്പം ആസ് എ ഡോക്യുമെന്റേഷൻ ഓഫ് അവർ ടൈംസ് ഇതിനെക്കുറിച്ചൊക്കെ റെഫർ ചെയ്ത് പോകാം. അതിനെ നമ്മൾ ഭയക്കേണ്ടതില്ല എന്നാണ് വിചാരിക്കുന്നത്. സിനിമ കണ്ടിറങ്ങി എല്ലാവരോടും സിനിമയെ പറ്റി ചോദിക്കുമ്പോൾ എല്ലാവരും രജിഷയുടെ പേര് പ്രത്യേകം എടുത്ത് പറയുന്നു. ഇപ്പം സിനിമ കണ്ട് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഇപ്പം നേരത്തെ പറഞ്ഞ പടം ഇറങ്ങുന്നതിന് മുൻപും രജിഷയുടെ പേര് ഓക്കെ. അപ്പം അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഈ ട്രോൾസ് അല്ലെങ്കിൽ മീൻസ് ഒക്കെ വരുമ്പോൾ പോലും പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം മാറ്റി പറയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് അന്നേരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്?
അത് സിനിമയിലുള്ള കോൺഫിഡൻസ് ആണ്, അല്ലാതെ എനിക്ക് എൻ്റെ മറ്റേ അങ്ങനത്തെ പരിപാടിയല്ല. അത് സിനിമയിൽ, കാരണം നമുക്കറിയാലോ നമ്മളിത് എന്തിനാ ചെയ്തത്, സിനിമയ്ക്ക് ഇതിന്റെ ആവശ്യം എങ്ങനെയാണ് ഏതാണെന്ന് എനിക്കറിയാലോ. ഞാൻ അതിന് മുന്നേ എന്ത് പറഞ്ഞാലും പോയിന്റ്ലെസ് ആണ്. അത് പിന്നെ വ്യാഖ്യാനിക്കപ്പെടും, അതിൽ കുറെ സാധനം വരും, പിന്നെ അതിൽ വരും, പിന്നെ എന്തിനാ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എനിക്കറിയാം ഇപ്പൊ 27 വളരെ പെട്ടെന്ന് സിനിമ വരുമെന്ന് അറിയാമായിരുന്നല്ലോ. അപ്പൊ വന്നു, ഇനിയിപ്പൊ ഞാൻ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമ്മൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചാണല്ലോ ഓരോരോ സിനിമയും നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് സ്വീകരിക്കപ്പെടുമ്പോഴാണ് ഇതിന്റെ ഒരു പരിസമാപ്തി ഭയങ്കര നന്നായിട്ട് പോകുന്നത്. ഇതിനാണ് നമ്മൾ എവറി ഡേ, ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും നമ്മൾ ഈ ജോലിക്ക് ഇറങ്ങി തിരിച്ച് പണിയെടുക്കുന്നത് അൾട്ടിമേറ്റ്ലി ഓഡിയൻസിന് നമ്മൾ ചെയ്യുന്ന സിനിമ ഇഷ്ടമാവണം എന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് പ്രൈമറി. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിൽ വരുന്ന ബാക്കി പണമാണെങ്കിലും ഫെയിം ആണെങ്കിലും നമ്മളുടെ എന്തൊക്കെയാണെങ്കിലും. പ്രൈമറി എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമ പ്രേക്ഷകൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് സ്വീകരിക്കപ്പെടുന്ന മൊമെന്റ് ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എക്സ്റ്റസി കിട്ടുന്നുണ്ടായി. ദിവ്യയുടെ ക്യാരക്ടറിനെ പറ്റി ആളുകൾ എടുത്ത് പറയുന്നുണ്ട്, ഇത്ര നാള് ചെയ്യാത്ത കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്, ചിരി പടർത്തിയിട്ടുണ്ട് നല്ലപോലെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു പടം പറയാൻ കഴിഞ്ഞ എല്ലാവരുടെ പ്രതികരണം കേട്ട് കഴിയുമ്പോൾ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് എനിക്കൊരു ബ്രേക്ക് വേണമായിരുന്നു. കാരണം നമ്മുടെ ഉള്ളിൽ ആ ഒരു സാധനമുണ്ട്. ഞാൻ നാടകത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്, സിനിമയിൽ എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഡെസ്റ്റിമോണ എന്ന് പറഞ്ഞ ക്യാരക്ടർ വെറുതെ ഒരു കോമഡി ക്യാരക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഭയങ്കര എഡ്ജിലാണ് നിൽക്കുന്നത്, വല്ലാത്തൊരു മീറ്ററിലാണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രീമിയർ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് ഭയങ്കര നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ വെച്ചു, ഓക്കെ FDFSന് എന്താണ് കോമൺ ഓഡിയൻസിൽ നിന്ന് എന്താണ് കിട്ടുന്നത് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജസും പടം കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിലും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി. എനിക്ക് മാത്രമല്ല ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നിരഞ്ജനും വിഷ്ണു അഗസ്ത്യ, രജിഷ, ആൻ, എല്ലാവർക്കും പെർഫോമൻസിന് ഒരു സ്പെഷ്യൽ ക്രെഡിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു കൃഷാന്ത്. ദിവ്യയുടെ ഇതേപോലെ കണ്ടു കഴിഞ്ഞ കൂട്ടുകാരികളായാലും പറഞ്ഞത് ഇവിടെ കാലിബറൊന്നുമല്ല, ഇനി നിങ്ങൾ കാണാൻ കിടക്കുന്നുള്ളൂ പറയണ്ടേ? കുറച്ചുകൂടെ ഉറക്കെ പറ. അപ്പോ മലയാള സിനിമ ദിവ്യ പ്രഭയെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല അല്ലേ? യെസ് ഉണ്ട്, എനിക്ക് ഇനിയുണ്ട് ഒരുപാട്. ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് കുറെ ഐറ്റംസ് ഉണ്ട് ഇറക്കാൻ. ആരെങ്കിലും ഒക്കെ എഴുത്, ഉറപ്പായിട്ടല്ലേ? യെസ്, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും പടം കണ്ടതാണോ എല്ലാവരും? ഇഷ്ടപ്പെട്ടു ശരിക്കും? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഹൃദയത്തിൽ നിന്നാണ് ആൻസർ ചെയ്തത്. ശരി, താങ്ക് യു. രജിഷ, അതുപോലെ ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അതായത് എല്ലാ മനുഷ്യർക്കും ഈ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യർക്കും സെലിബ്രിറ്റികളായാലും ശരി, കോമൺ മാനായാലും ശരി, എല്ലാവർക്കും അവരവരുടെ പ്രൈവസി ഉണ്ട്. അതായത് ഇപ്പം ഒരു ഫാൻ പറയുന്നൊരു ഡയലോഗ് എൻ്റെ മനസ്സിൽ ഇത് പോയി. എല്ലാ മനുഷ്യർക്കും അവരവരുടെ ഹയർ പൊസിഷനുണ്ട്, ലോ പൊസിഷനുണ്ട്. അപ്പം എല്ലാ സക്സസ്ഫുൾ പോയിന്റ്സിലും പൊട്ടിട്ടുണ്ട്. അപ്പൊ പൊട്ടേണ്ടവർക്ക് പൊട്ടുന്നുമുണ്ട്, പറയുന്നുമുണ്ട്, കിട്ടുന്നുമുണ്ട്. ശരിക്കും ഈ കഥാപാത്രം ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടോ എനിക്ക് പറയാനുള്ളതെല്ലാം കുറെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്? ഹലോ, കേക്കാവോ? ഞാൻ ഈ സിനിമ നമ്മൾ പ്രീമിയർ കഴിഞ്ഞപ്പോഴും അല്ലാത്തപ്പോഴും എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പേഴ്സണലി വന്ന് സംസാരിച്ചത് കുറെ ആക്ട്രസസ് ആണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഓരോരുത്തരും വന്നിട്ട് അവർക്കിത് കുറെ പോയിന്റ്സ് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു, കുറെ മൊമെന്റ്സ് ഇത് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു എന്നവർ പറഞ്ഞു. അത് നമ്മൾ പറയുന്ന പോലെ ഈ പ്രൈവസി കയറി എൻക്രോച്ച് ചെയ്തോട്ടെ എന്ന് നന്ദുചേട്ടൻ ഇതിലൊരു ഡയലോഗ് ചോദിക്കുന്നുണ്ട്. അത് ഏത് മൊമെന്റ് വരെ നമുക്കത് ഓക്കെ ആണെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇപ്പം ഈവൻ ഞാനൊരു ജേർണലിസം സ്റ്റുഡൻ്റ് ആണ്, ഞാൻ ജേർണലിസം പഠിച്ചിട്ട് വന്ന ഒരാളാണ്. അപ്പം എനിക്കറിയാം ഇതിന്റെ എത്തിക്സ് എന്താ, നമ്മൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം ചുമ്മാ പറയുകയാണെങ്കിൽ ഒരു മരണ വീട്ടിൽ പോയാൽ നമ്മൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കവർ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഓരോരുത്തർക്കും ആസ് എ സിറ്റിസൺ, ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. നമ്മുടെ ഒരു അതൊക്കെ എല്ലാം നമുക്ക് സ്കൂളിൽ പഠിപ്പിച്ചു തരാനോ കോളേജിൽ പഠിപ്പിച്ചു തരാനോ പറ്റില്ല, കുറെയൊക്കെ നമ്മൾ തന്നെ അല്ലെ. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റി വിട്ട് കുറെ പേര് പെരുമാറുമ്പം അത് ആരാണെങ്കിലും അത് ഹേർട്ട് ചെയ്യും.
അത് പബ്ലിക് ഫിഗർ ആണെങ്കിലും പ്രൈവറ്റ് ഫിഗർ ആണെങ്കിലും അതൊരു നേരിയ വരെയാണ് നമ്മൾ. എല്ലാവരും അവരവരുടെ വിവേകവും ഇതൊക്കെ ഉപയോഗിച്ച് പെരുമാറിയാൽ കുറച്ചും കൂടി ഒരു ബെറ്റർ സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ പോയിന്റ്സ് സിനിമയിൽ നമ്മളിങ്ങനെ അഭിനയിക്കുമ്പോൾ ആഡ് ചെയ്ത പോയിന്റ്സ് അല്ല, ഇതൊക്കെ വ്യക്തമായി കൃഷാന്ത്, ഞാൻ പറഞ്ഞ സിനിമയിലുള്ള എല്ലാം നേരത്തെ കൃഷാന്തിന്റെ ഒരു ഭയങ്കര കിട്ടുന്ന പരിപാടി നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ പുള്ളി അടിപൊളിയായിട്ട് വരയ്ക്കും. എല്ലാത്തിനെ കുറിച്ചും നല്ല രീതിയിലുള്ള സ്കെച്ച് ബോർഡ്സും സ്റ്റോറി ബോർഡ്സും ഭയങ്കരമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അതിന്റെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത് ഭയങ്കര എളുപ്പമാണ്. പാട്ടിനാണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു കാറ്റത്ത് പോയിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ്. അപ്പൊ അത് എക്സിക്യൂട്ട് ചെയ്യാനും കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ ഒരു നല്ല രീതിയിലുള്ളൊരു പ്ലാനിങ് ഈ സിനിമയുടെ പുറകിലും പോയിട്ടുണ്ട്. അത് എഴുത്തിലാണെങ്കിലും ടെക്നിക്കലാണെങ്കിലും. ശരിക്കും പറഞ്ഞാൽ ആ ക്ലൈമാക്സ് കണ്ട സമയത്ത് ശരിക്കും ഗംഭീരമായിട്ട് എന്താ പറയാ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ തീർത്ത ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതെല്ലാവരും ബാരിയറെല്ലാം ബ്രേക്ക് ചെയ്ത് ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പം ശരിക്കും ഇങ്ങനെ ഫീൽ ചെയ്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ അതിപ്പം ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം നല്ല ഇന്ത്യ എങ്ങോട്ടാ പോകുന്നത് പോലും അറിയത്തില്ല, അത്ര അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ശരിക്കും ഇതിനൊരു ബാരിയർ വേണ്ടതാണ് അല്ലെങ്കിൽ വേണമെന്ന് കരുതുന്നുണ്ടോ? അത് നമ്മളായിട്ട് തന്നെ തീരുമാനിക്കണം. ഞാൻ അതാ പറയുന്നത്. ഇപ്പൊ നമ്മള് ചില സിറ്റുവേഷനിലേക്ക് വന്നാൽ നമ്മൾ എപ്പോഴും എല്ലാവരും ഇങ്ങനെ പഴിചാരിക്കൊണ്ടിരിക്കുവാണല്ലോ. അത് ഗവൺമെന്റ് ചെയ്തില്ല, ഇത് അവര് ചെയ്തില്ല, ഇത് ഇവര് ചെയ്തില്ല. എപ്പോഴും ഒരു തേർഡ് പേഴ്സണിലോട്ട് ഈ ബ്ലെയിം ഇടാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ട് മനുഷ്യർക്കെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളായിട്ട് എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മളൊന്നുമില്ല, റോഡിൽ കൂടെ പോകുമ്പോൾ എന്തോരം പേര് വേസ്റ്റ് ചുമ്മാ എടുത്ത് കളയുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഒരു ബേസിക് നമുക്കായിട്ട് ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്ന എന്റെ ജോലി ഇതാണെങ്കിൽ, അഭിനയമാണെങ്കിൽ ഇതിൽ ഞാൻ എന്തൊക്കെ എത്തിക്സ് എനിക്ക് ഫോളോ ചെയ്യണം, മീഡിയ ആണ് എന്തൊക്കെ ഫോളോ ചെയ്യണം. അപ്പൊ അത് നമ്മളായിട്ട് തന്നെ കണ്ടുപിടിക്കണം. അതിന് അല്ലാതെ നമുക്കൊരു ഗൈഡ് ലൈൻസ് ഒന്നും കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പടത്തില് ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് കയറുന്ന പിന്നെ സ്കോറിംഗ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു കഥ? നമ്മുടെ നോർമൽ ഒരു ക്ലാസിക് കോർട്ട് ഡ്രാമ സീനുകളൊക്കെ ആണെങ്കിൽ ഒരു വക്കീലൊക്കെ വന്നിട്ട് മാസ് ഡയലോഗുകളൊക്കെ അടിച്ച് വേറെ തീപ്പൊരി ഉണ്ടാക്കുന്നത്, ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് സാധനം ഇങ്ങനെ ലെവലിലേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് കേൾക്കുന്ന സമയത്ത്? അല്ല, ഇത് 2046 എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഫിലിം മേക്കറിന്റെ തലയ്ക്കകത്തിരിക്കുന്ന ഇമാജിനേഷൻ ആണ് അവിടുത്തെ എല്ലാം പ്ലേ. അപ്പോ എനിക്ക് തോന്നുന്നു നമുക്കൊരു വക്കീലിന്റെ കഥാപാത്രം കിട്ടിയാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്താലും അതിലൊരു ഡെക്കർ നമുക്ക് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും ക്രേസി ആയിട്ട് ഇത്രയും കാഷ്വൽ ആയിട്ട് ഒരു കോർട്ട് ഇനി ജീവിതത്തിൽ അഭിനയിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ്, ഫണ്ണാണ്. ഡെഫിനറ്റ്ലി ഇപ്പൊ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എന്തുകൊണ്ട് എക്സ്പെരിമെന്റൽ സിനിമ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി, വേറെ ഒന്നുമല്ല, അതിന്റെ വേറെ മാജിക് വേറെ ഒന്നുമല്ല. ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് എക്കോ എന്തുകൊണ്ട് ഹിറ്റായി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഓഡിയൻസ് എടുത്തു, അത് വേറെ മനുഷ്യനോട് പറഞ്ഞു, അയാൾ പോയി കണ്ടു. അതുകൊണ്ടാണ് അത് സക്സസ്ഫുൾ ആവുന്നതും നെക്സ്റ്റ് വരുന്നൊരു ഫിലിം മേക്കറിന് വീണ്ടും അത് എക്സ്പെരിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാം, ഇങ്ങനെ ഒരു കഥ അവരോട് പറഞ്ഞു നോക്കാം എന്ന് തോന്നുന്നത് അങ്ങനെ ഒരു അവരുണ്ടായതുകൊണ്ടാണ്. അപ്പോ ആ അവരിൽ തന്നെ പ്രതീക്ഷിച്ചാണ് ഈ സിനിമയും നമ്മൾ മുന്നോട്ട് വെച്ചേക്കുന്നത്. ഡെഫിനറ്റ്ലി യങ് ആയിട്ടുള്ള ക്രൗഡ് ഇത് ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ആവറേജ് ആയിട്ടുള്ള എല്ലാ മിഡിൽ ക്ലാസ് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലൈഫ് ഓഫ് കഥാപാത്രം ഫ്യൂച്ചറിസ്റ്റിക് വന്നു നിൽക്കാൻ എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടുന്ന് ടൈം ട്രാവൽ ചെയ്ത് പോയ പോലെ തന്നെയാണ്, വളരെ റിലേറ്റബിൾ. എങ്ങനെ ഉണ്ടായിരുന്നു അത്? നമ്മൾ ഇതിനു മുമ്പ് ഗഗനചാരിയായിരുന്നു പറഞ്ഞ എടുത്തിട്ട് ഒരു സൈഫൈ അല്ലെങ്കിൽ കോമിക് ആയിട്ടുള്ള ഒരു പടം എന്ന് പറയുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാന്ന് പറയുന്ന ഒരു ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് ഇതിന് ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. ഇതിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇമാജിനേഷൻ ആണ്. ഇതിന്റെ പോസിബിലിറ്റി എത്രത്തോളം ഇമാജിൻ ചെയ്യാൻ അത്രയും പോസിബിലിറ്റീസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇത് കേട്ട സമയത്ത്? ഭയങ്കര ഞെട്ടി. അത് പിന്നെ ആ ഒരു ബഡ്ജറ്റിലും ആ ഒരു നമ്മുടെ ഒരു ഇതില് നമുക്കുണ്ടാവുന്ന വാരിയസിലൊക്കെ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ്. അപ്പൊ എനിക്ക് അറിയായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു 100%. അപ്പം പടം ഇത്
അങ്ങനെയല്ല, നിരഞ്ജൻ ഞാനിങ്ങനെ കോൺസ്റ്റന്റ് ടച്ചിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഏതോ ഒരു സമയത്ത് വേറെ ഏതോ കാര്യത്തിന് വേണ്ടി വിളിച്ചപ്പം നിരഞ്ജൻ ഇങ്ങനെ IFFK-ലുണ്ട്. ആ സമയത്ത് ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഞാൻ ചാക്കിലിട്ട് പിടിക്കാൻ പോവാ എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ ആരാ ഇവിടെ ഇങ്ങനെ ആവാസ വ്യൂഹം എന്നൊക്കെ പറഞ്ഞ സിനിമ ചെയ്ത് കൃഷാന്ത് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര കിടിലൻ ഒരു ഡയറക്ടറെ കിട്ടിയിട്ടുണ്ട്. പുള്ളി ഭയങ്കര ഇന്റലക്ച്വൽ, പകുതി പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ഞാനിത് എങ്ങനെയും ചാക്കിലിട്ട് പിടിക്കും എന്ന് പറഞ്ഞിട്ട് 4.5 സംഘം ചെയ്യാൻ പോയി. 4.5 സംഘം ചെയ്യാൻ പോയെടുത്തുനിന്ന് പ്രൊഡ്യൂസർ ഞാൻ ആവാം അടുത്ത സിനിമയുടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ. അപ്പോഴും കൃഷ്ണൻ പ്രൊഡ്യൂസർ ഒന്നായിട്ട് കാര്യമില്ല, ടാലന്റ് ഉണ്ടായിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ നിരഞ്ജന് ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ആണ്. ഒരു 10-ൽ 7 എണ്ണം എന്തായാലും ഫലിക്കും, 9 എണ്ണം എന്തായാലും ഫലിക്കും. അപ്പം ഈ ചാക്കിലിട്ട് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് 4.5 സംഘത്തിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് 100 എണ്ണൊക്കെ ഇങ്ങനെ ഇടാൻ തുടങ്ങി. അപ്പം അപ്പോഴാണ് കൃഷാന്തിന് മനസ്സിലാവുന്നത് ഓക്കെ പുള്ളിക്ക് ഇത്രയും നന്നായിട്ട് കോമഡി ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ കൃഷാന്ത് വേറെ 2-3 സിനിമ ചെയ്യാൻ പോവായിരുന്ന ആളെ നൈസായിട്ട് പറഞ്ഞ് റീറൂട്ട് ചെയ്യിപ്പിച്ച് അല്ലെ ഇങ്ങോട്ട് വിട്ടു. എന്നിട്ട് നിരഞ്ജനെയാണ് എന്നിലേക്കും ഈ അത് മധുര മനോരമ. അതായത് ചാക്കിലിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രജിഷ തിരിച്ച് അങ്ങനെ കിട്ടുകയാണെങ്കിൽ കുറച്ച് എനിക്കൂടെ അങ്ങനെ കണക്ട് ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോറി. അല്ല പക്ഷെ അത് എന്തൊരു കിടില പരിപാടിയാണ്. നിരഞ്ജ് അങ്ങനെ ചെയ്തുകൊണ്ട് നിരഞ്ജ് ഗോട്ട് എ ബ്രില്യൻ ക്യാരക്ടർ അല്ലേ. അപ്പൊ നമ്മളൊക്കെ കുറച്ച് ചാക്കം കൊണ്ട് അത് വേറെ കേസാവും. അതല്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇത് കഥ കേട്ടപ്പോ തന്നെ. ഇത് ദിസ് ഇസ് വൺസ് ഇൻ എ ലൈഫ് ടൈം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്രോപ്പർ സൈബർ പങ്ക് പടം 2003 ഇറങ്ങിയ ഒരു സിനിമയുടെ പേരാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു പടം അതങ്ങനല്ല. ചിലപ്പം സൈബർ പങ്ക് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. പണ്ടെപ്പോഴും കേട്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ സൈബർ പങ്ക് സിനിമ വേറെ ഇന്ത്യയിൽ ഏതാ നോക്കിയപ്പോഴത്തേക്കും സൈബർ പങ്ക് വേറെ ഏതാ ഇന്ത്യയിൽ നോക്കിയപ്പോ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് 2003 എന്തോ ഇൻഡിപെൻഡന്റ് ഫിലിം മാത്രമേ ഗൂഗിളിൽ കിട്ടിയുള്ളൂ. സിനിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ടില്ല. ഓക്കെ. അപ്പം ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഒരു പരിപാടി ചെയ്യുന്നതിന്റെ എക്സൈറ്റ്മെന്റ്. പിന്നെ ആളെന്ത് ചെയ്താലും ഞാൻ കൂടെ ഉണ്ട്. ക്യാരക്ടറിൽ മറ്റേ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാനിപ്പോൾ ദിവസം അയച്ചത് എപ്പോഴും ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. ജഗദീഷ് ഏട്ടനിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഈ ജഗദീഷ് ഏട്ടനിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അദ്ദേഹം എന്താണ് പറഞ്ഞത് കഥ കേട്ടപ്പോൾ? ജഗദീഷ് സാറിന് ഞാൻ പുരുഷപ്രായത്തിന് വേണ്ടിയിട്ട് റീച്ച് ഔട്ട് ആദ്യം ചെയ്ത്. അപ്പം എനിക്ക് വെരി പോസിറ്റീവ് പുരുഷപ്രായത്തിലും 4.5 ഹാൻസിലും ഇതിലെനിക്ക് ജഗദീഷ് സാറിൻ്റെ ഞാൻ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് സാർ ഇതിൻ്റെ അത് 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. യു ക്യാൻ ചൂസ് വിച്ച് എവർ യു വാണ്ട് അക്കോർഡിംഗ് ടു നിങ്ങൾക്ക് എത്ര ഡേറ്റ് ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ജഗദീഷ് സാറാണെങ്കിൽ പറഞ്ഞ് പോലീസ് ക്യാരക്ടർ ആകുമ്പോഴത്തേക്ക് എപ്പോഴും കുറെ കൂടെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ കാണും. പിന്നെ പുള്ളിക്ക് ആ ഒരു ടൈമിലെ പോലീസുകാരൻ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ ഡീസൻ്റ് ആണോ എന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷെ ഭയങ്കര ഡീസൻ്റ് ആണ്. പക്ഷെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ട്രിക്കി ഏരിയയിൽ നിൽക്കുന്ന ഒരു പോലീസുകാരനാണ്. അപ്പം അത് പുള്ളി വായിച്ചിട്ട് പറഞ്ഞു ഇത് ചെയ്യാൻ പുള്ളിക്ക് താല്പര്യമുണ്ട്, നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആകെ ഒരു എന്ന് വെച്ചാൽ കോടതിയുടെ 7-8 ദിവസം ഷൂട്ടിൽ സാറിന് അധികം ഡയലോഗ്സ് ഇല്ല, 1 or 2 ഇൻസേർട്ടുകളേ ഉള്ളൂ. അതാണ് ട്രിക്കി. ബാക്കി അപ്പം അങ്ങനെയാണ് ജഗദീഷ് സാറിലെത്തിയത്. ഹലോ സാറേ, അതെ ഇപ്പൊ മിക്കവാറും ഈ ലൊക്കേഷനുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് മാക്സിമം 1-2 സീനൊക്കെ ആയിരിക്കും ഒരു ദിവസം ഫുള്ള് ഷൂട്ട് ചെയ്യുന്നത്. ഈ പിന്നെ ഇവിടെ തമ്പലത്തൊക്കെ നടന്ന ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അവിടെ മേഡം കാറിൽ വരുന്ന സീനും പിന്നെ മലയാളി മാമൻ സംസാരിക്കുന്ന സീനും അങ്ങനെ കുറെ സീന് പടപടാന്ന് എടുത്തുപോയി. അതിനകത്ത് ആ കാറിൽ വരുന്ന ആ സീനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോപ്പറൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ പോപ്പർ വീണ് കഴിഞ്ഞാൽ റീടേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം വൃത്തിയാക്കും. അപ്പൊ ഞങ്ങളൊക്കെ ഇരുന്ന് ആലോചിച്ച് ഇത് പോപ്പർ വീണ് കഴിഞ്ഞാൽ റീടേക്കിന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ്. അപ്പൊ അത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ആ ടീമിനോടൊപ്പം നിന്ന് ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഈ ക്രൗഡിനെ വെച്ചിട്ട് എത്ര സീന് എടുത്തെന്ന് ചോദിച്ചാൽ കുറെ സീൻ എടുത്തു തോന്നുന്നു ആ ദിവസം. സാധാരണ 1-2 സീന് ഒരു ദിവസം എടുക്കത്തുള്ളൂ. അപ്പോ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക്
ഡയറക്ടറിന് നല്ലൊരു ചീഫ് അസോസിയേറ്റ് വേണം, ചീഫ് അസോസിയേറ്റിന് 2 നല്ല അസിസ്റ്റൻസ് വേണം, സെയിം വിത്ത് സിനിമാറ്റോഗ്രാഫർ, സെയിം വിത്ത് ആർട്ട് ഡയറക്ടർ, സെയിം വിത്ത് കോസ്റ്റ്യൂം ഡിസൈനർ. അപ്പം നമുക്ക് ബേസിക്കലി ഇത് മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഐഡിയ അങ്ങ് അറ്റം വരെ എത്തുമോ എന്നുള്ളത്, ചൈനീസ് വിസ്പർ പോലെ ഇത് അവസാനം അവിടെ എത്തൂല. അതാണ് മിക്കവാറും പറ്റുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി എടുത്ത് മാറ്റിയിടും എന്ന് പറയുമ്പോഴത്തേക്ക് വണ്ടി തന്നെയാണോ മാറ്റിയിടുന്നത് നമുക്ക് സംശയം വരും. അതങ്ങനെ എത്തുന്നില്ല ആ മെസ്സേജ്. അപ്പം ഇത് നമ്മൾ കുറച്ച് പ്രാവശ്യം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവും. ഇല്ല, അപ്പൊ അതാണ് ഇവിടെ ക്ലിയർ ആയിട്ട്. അപ്പൊ എനിക്കൊരു ചീഫുമായിട്ടുള്ള നിഖിലുമായിട്ടുള്ള ഒരു ഇതില് ഫുൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ഡോക്യുമെന്റ് ആയിട്ട് പോകുമ്പോൾ എല്ലായിടത്തും ഈ സാധനം പോയിട്ട് മൈക്കിലും വിളിച്ചു പറയും, സീൻ ഫുള്ളും റിഹേഴ്സൽ ചെയ്യും. അപ്പം പിന്നെ അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വെറുപ്പിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തെറിയൊക്കെ വിളിക്കാതിരിക്കാൻ മാക്സിമം നോക്കും. അൺലെസ് ഭയങ്കരമായിട്ട് നമ്മളെ പറ്റിക്കാൻ നോക്കുമ്പോൾ മാത്രമേ സൈഡിൽ കൊണ്ടുവരുത്തി സംസാരിക്കാറുള്ളൂ. അല്ലാതെ ഭയങ്കര ജെനുവിൻ ആയിട്ട് തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് അവരും ഇതിൻ്റെ അകത്ത് ഭാഗമാണെന്ന് തന്നെ അവർക്ക് എന്ന് വെച്ചാൽ അവരും ആ സെറ്റപ്പിൽ വേണം, അവരുണ്ടെങ്കിൽ അവരുടെ മൂവ്മെന്റുകൾ കൊറിയോഗ്രാഫാണ്. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ പോകുമ്പോഴത്തേക്ക് എല്ലാവരും സഹകരിച്ച് നിൽക്കും. പിന്നെ ബേസിക്കലി ഡയറക്ടറിന്റെ ആറ്റിറ്റ്യൂഡാണ് ഫുൾ ടീമിന്റെ ഒരു ആറ്റിറ്റ്യൂഡായിട്ട് ഇവഞ്ച്വലി ഒരു സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പം അത് മാക്സിമം ഞാൻ ആ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാനും നോക്കും, എൻ്റെ ടീംമേറ്റ്സ് കീപ്പ് ചെയ്യുന്നു. ഞാൻ അറിയാലോ നോർമലി ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു പോകുന്ന പോക്കനുസരിച്ച് കൂടുതൽ റിയലിസ്റ്റിക് സിനിമകളാണ്, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള സ്റ്റോറീസുകളാണ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ റിയാലിറ്റീസ് മാത്രമല്ല, ഫാന്റസീസ് ഉണ്ടാവണം, ഇമാജിനേഷൻ ഉണ്ടാവണം, ക്രിയേറ്റീവായിട്ട് നമുക്ക് സ്വപ്നം കാണുന്നത് പോലും ചിലപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയൽ സിനിമകളൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് ഉണ്ട്, തിയേറ്ററിൽ ഒരു ഗൂസ് ബംസ് ഉണ്ട്. അപ്പോൾ ആ ഗൂസ് ബംസ് ഇപ്പോഴത്തെ മലയാളി പ്രേക്ഷകർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ്. അത് എന്താ പറയുക, അതിൻ്റെ ബഡ്ജറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ചെലവുകൾ ചെറിയ കാര്യം. എങ്ങനെ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് കൺവിൻസ് ചെയ്ത് എത്ര ബഡ്ജറ്റ് ഒപ്പിക്കാൻ എങ്ങനെ കൺവിൻസ്? അത് എനിക്ക് അജിത് വിനായക ഫിലിംസുമായിട്ട് ഞാനും നീരജും കൂടെ പണ്ടൊരു പ്രോജക്റ്റ് പിച്ച് ചെയ്തിട്ടുണ്ട്, പഴയ ഒരു ഫിലിം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗഗൻചാരിയിൽ ഞാൻ അതിൻ്റെ പാർട്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഒരു വയബിലിറ്റി, ഈ പ്രോജക്റ്റിൻ്റെ വയബിലിറ്റി ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പ്രോജക്റ്റ് അപ്രോച്ച് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആംബിഷൻ ഇസ് ഓൾസോ ലിമിറ്റഡ് ടു ഇറ്റ്സ് വയബിലിറ്റി, എത്ര ബിസിനസ്സും അങ്ങനെയൊക്കെ ചിന്തിച്ച് തന്നെ ചെയ്യുന്നത്. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ കണ്ടന്റിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഇതിൻ്റെ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. അപ്പോൾ ബേസിക് ത്രെഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പ്രൊഡക്ഷൻ ഹൗസ് വാസ് റിയലി ഓക്കെ വിത്ത്. ഇതിലേത് ഒരു ഗെയിമിന്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് നമുക്കൊരു ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് കുറച്ച് പോയിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു തീം തന്നെ വേണം എന്ന് ചിന്തിച്ച് ചെയ്താണോ അതോ ഗ്രാജുവലി അങ്ങനെ വന്നതാണോ? അല്ല, നമുക്ക് ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇല്ല ഈ മെത്തോളജിക്കലായിട്ട് നമ്മുടെ ബോഡി നമുക്ക് വേറൊരു സ്ഥലത്ത് വിടാൻ പറ്റും, പരകായ പ്രവേശനം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഒരു മാൻ്റെ ഒരു ഭയങ്കര ഒരു ആവശ്യമാണ്, ഒരു ഭയങ്കര ആഗ്രഹമുള്ളൊരു സാധനമാണ്. അപ്പം അങ്ങനെയുള്ളത് ടെക്നോളജിക്കലായിട്ട് വരാൻ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd person ഗെയിം, നമ്മൾ വേറബിൾ ഗിയർ ഒക്കെ ഇട്ട് കളിക്കുന്ന ഗെയിമാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. അപ്പം അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇപ്പം അതുപോലത്തെ ഒരുപാട് സിനിമകളുണ്ട് ഗെയിമിൽ കയറിപ്പോകുന്നത്. ഇപ്പം മാട്രിക്സ് ആണെങ്കിലും റെഡി പ്ലെയർ 1 ആണെങ്കിലും റെഡി പ്ലെയർ 2 ആണെങ്കിലും റെഡി പ്ലെയർ 2ൻ്റെ ബുക്കിലൊക്കെ ഇതിൻ്റെ സിമിലർ കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ളൊരു ഒരു ആക്ടിവിറ്റീസിന് കുറച്ചുകൂടെ ബിലീവബിലിറ്റി കൊണ്ടുവരാൻ പറ്റും എന്ന് തോന്നിയോണ്ടാണ് ഇത് ട്രോണിലുണ്ട്. അപ്പം പിന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ജോണറിൽ നമ്മൾ ഇങ്ങനത്തെ എക്സ്പ്ലോർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമുലേറ്റീവ് ഫിക്ഷൻ എന്നൊക്കെ പറയും ഇതിൻ്റെ ഒരു ജോണറുണ്ട്. അപ്പം അത് മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര ഇതാണ്. ആ വേർഡ് എനിക്ക് സിമുലേറ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നത് അരുൺചത്വമാണ്. എനിക്കത് അറിഞ്ഞൂടെ, ഞാൻ ഇതിൻ്റെ കഥ അരുണിൻ്റെ അടുത്ത് എപ്പോഴും ഒപ്പിച്ച് ചെയ്ത് പറഞ്ഞു നിങ്ങൾ സിമുലേറ്റീവ് ഫിക്ഷൻ ആണല്ലോ ചെയ്യുന്നത്. അപ്പം പിന്നെ ഞാൻ ചാറ്റ്ജിപിറ്റിയിലൊക്കെ ഇട്ട് ഞാൻ പിന്നെ സിമുലേറ്റീവ് ഫിക്ഷൻ്റെ ആളായി. സാറേ, അതുപോലെ തന്നെ നമ്മളിപ്പോ ഇടയ്ക്കിടയ്ക്ക് പോലീസ് റൗണ്ട് ചുറ്റുന്നത് കാണിക്കുന്നുണ്ട്. അതായത് അതും 2046 നമ്മുടെ ബൊലേറോ തന്നെയാണെന്നുള്ളതൊരു അത്ഭുതമായിട്ട് തോന്നി. അപ്പൊ അത് സ്ക്വാഡാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പക്ഷെ ഫ്ലൈ ചെയ്യുന്നത് ഫ്ലൈയിങ് സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ് സ്ക്വാഡ്.
അല്ലെ ബൊലോറോ തന്നെ വേണം, അല്ലെങ്കിൽ ആ ഒരു ഡ്രോൺ വെച്ച് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാം. ഇത്രയും ചിന്തിച്ച ആൾക്ക് അതെന്തുകൊണ്ട് അത്രയും പുറകിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്? ഈ റിട്രോ ഫ്യൂച്ചറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ ഇല്ലാത്തതുണ്ട്. അപ്പൊ റിട്രോ ഫ്യൂച്ചറിസം എന്ന് പറഞ്ഞൊരു 80s വന്നിരിക്കുന്ന സൈഫൈ ഫിലിംസിൽ ഉള്ള അതേ ടെക്നോളജി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡ്, അതൊരു ഹോളിവുഡ് ട്രെൻഡാണ്. അപ്പൊ നമ്മുടെ റിട്രോ ഫ്യൂച്ചറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൊളേറോയും സുമോയും ഒക്കെ പറക്കുന്നതും പഴയ ആംബുലൻസുകളും അങ്ങനെയുള്ള ഒരു, അതുപോലെ തന്നെ ഇപ്പൊ വാട്ടർ കൂളറൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന വാട്ടർ കൂളർ വീട് സ്ക്വയറായി സർക്കിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ. അപ്പം അതൊരു ആപ്പിളിന്റെ ഒക്കെ ഡിസൈൻ ഐഡിയ ആണ് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ ഡിസൈൻ സാധനങ്ങളും ഫോളോ ചെയ്യുന്നത്. പക്ഷെ റെട്രോ ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ എല്ലാം സ്ക്വയറുകളാണ്, ബോക്സ് ഒക്കെയാണ്, എന്ന് വെച്ചാൽ അഴുക്ക ഡിസൈനാണ്. അപ്പോൾ അത് ആ ഡിസൈൻ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര രസമുള്ളൊരു ശ്രീജിത്ത് റെട്രോ ഫ്യൂച്ചേഴ്സ് ഒന്ന് ബ്രീഫ് ചെയ്യുമോ? ഇത് നമ്മുടെ പണ്ടത്തെ CRT ടിവിയിലൊക്കെ ടച്ച് സ്ക്രീനൊക്കെ വന്നാൽ എങ്ങനെയായിരിക്കും, ആ ഒരു ഐറ്റമാണ് റിട്രോ ഫ്യൂച്ചറിസം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇതിലോട്ടും ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് നോർമലി ഒരു സ്കാനർ ആണെങ്കിൽ അതിലൊരു മഞ്ഞ ലേസറും കൂടെ അടിച്ചു വിടും. ആ ഒരു സെറ്റപ്പ് മാക്സിമം വർക്കൗട്ട് എല്ലാവർക്കും ആയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പൊ നമ്മുടെ ക്യാമറാസ് നോക്കുമ്പോഴത്തേക്കും കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന ക്യാമറാസ് ഒന്നും ഐഡിയലി നമ്മുടെ ഒരു ഡെവലപ്മെന്റ് അനുസരിച്ച് ഫ്യൂച്ചറിൽ കാണത്തില്ല. ഓൺ ബി ക്യാമറാസ് നമുക്ക് എവിടെ നിന്നും ഇങ്ങനെ കൈവച്ച് വരച്ചെടുക്കാൻ പറ്റും, ജനറേറ്റഡ് ഇമേജസ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ പഴയ ക്യാമറ പിടിച്ചോണ്ട് നിൽക്കുന്ന പോലത്തെ സൂപ്പർ 8 അങ്ങനെയൊക്കെയുള്ള ക്യാമറാസ് ഒക്കെ ഡിസൈൻ ചെയ്ത്, അപ്പോൾ കുറച്ചൊരു റിട്രോ സാധനം കൂടെ ഇടയ്ക്ക് വരും. ഈ കേബിൾസ് ഒക്കെ വെച്ചേക്കുന്നതൊക്കെ അല്ലേ, RCA കേബിൾസ് ഒന്നും ഇപ്പോഴത്തെ ഡിവൈസസിലൊന്നും വെക്കില്ല. അപ്പൊ അത് ദാരിദ്ര്യമല്ല, അത് ഒരു റിട്രോ ഫീച്ചേഴ്സിന്റെ ഭാഗമാണ്. ഇതൊരു കോൺസെപ്റ്റ് ആണ്. അങ്ങനെ അപ്പൊ അതാണ് ഇപ്പോൾ വന്നേക്കുന്നത്. പക്ഷെ 2 രീതിയിൽ അല്ല 3 രീതിയിൽ അത് പ്രേക്ഷകന് ചിന്തിക്കാവുന്ന ലെവലിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പ്രേക്ഷകനെ കൺഫ്യൂസ് ചെയ്യിക്കാം എന്നുള്ളതുകൊണ്ടാണ്. അല്ല, എനിക്ക് ഇതില് ഈ 3 രീതിയും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ഐ വാസ് നോട്ട് ഷുവർ വെദർ ഐ വോണ്ട് ടു പുട്ട് ഇറ്റ്. അപ്പൊ ഞാൻ എക്കോ സിനിമ കണ്ടപ്പോൾ അതിലൊക്കെ ഓപ്പൺ എൻഡിങ് വന്നിട്ട് ഓഡിയൻസ് അക്സെപ്റ്റ് ഒക്കെ ചെയ്തു. അപ്പം അതെനിക്കൊരു കോൺഫിഡൻസ് തന്നു. ദാറ്റ് ഞാൻ ഓപ്പണായിട്ട് വെക്കാം, ഇതിൻ്റെ അകത്ത് ആൾക്കാർക്ക് ഓരോ മീനിങ് കിട്ടുമെന്ന്. അപ്പം എനിക്കത് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ദോസ് ഫിലിം മേക്കേഴ്സ് ഫോർ ബീങ് കറേജിയസ്. ഒരാളുടെ കറേജ് വേറൊരാളുടെ എടുക്കും, അങ്ങനെ എല്ലാവരും എടുക്കും. അപ്പോൾ എനിക്ക് ആ കറേജ് അവരെ നിന്നാണ് കിട്ടിയത്. സാറേ, എഴുത്ത് വരുമ്പോൾ കോമഡികൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഡയലോഗ്സ് ഒക്കെ അതൊക്കെ എങ്ങനെ ഓഡിയൻസ് അക്സെപ്റ്റ്, കാരണം സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ തിയേറ്ററിൽ കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷെ അത് എത്രയും ഡെപ്ത് ആയിട്ടാണോ എഴുതിയത്, സമയമെടുത്തോ എഴുതിയതാണോ, അതോ അത്രയ്ക്ക് ക്ലാരിറ്റി എങ്ങനെ വന്നതുകൊണ്ടാണ്. പിന്നെ സുരേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളുടെ ഒരു കഥാപാത്രം ഭയങ്കര അടിപൊളിയായിരുന്നു. അത് ജഗദീഷ് ഏട്ടൻ. ഇവർ രണ്ടുപേരെയും ഇത്ര സീനിയറായ ആക്ടേഴ്സ് ഇവരോടൊപ്പം അഭിനയിക്കുമ്പോൾ മുളച്ചു നിൽക്കേണ്ട ഒരു സംഭവങ്ങളായിരുന്നു. പക്ഷെ അതൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ എങ്ങനെയാണ് എഴുത്തിന്റെ ഒരു കാര്യം, ആ ഡയലോഗ്സ് എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്തത് എന്നുള്ളതാണ്. ഡയലോഗ്സിന് സ്ട്രക്ചർ ഉണ്ട്. പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റ് നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് വീണ്ടും വർക്ക് ചെയ്യും. ഞാൻ നിരഞ്ജും കൂടെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ വർക്ക് ചെയ്തു. ഇപ്പം കുറേ ജോക്സുകൾ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ നിരഞ്ജ്, വിഷ്ണു, രാഹുൽ, ശ്രീനാഥ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ആ ഡയലോഗിൽ നിന്ന് വർക്ക് ചെയ്തു. പിന്നെ രജിഷ വന്നു, നമ്മളെല്ലാവരും കൂടെ ഒത്തിരുന്ന് വർക്ക് ചെയ്തു. പിന്നെ നമ്മൾ റിഹേഴ്സ് ചെയ്തു. എന്നിട്ട് ആ റിഹേഴ്സലിൽ നിന്ന് ഡയലോഗ്സ് വീണ്ടും എടുത്ത് പിന്നെ ഇത്രയും ഡയലോഗ്സ് വെച്ചിട്ട് വരുമ്പോഴത്തേക്കും ഈ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റിന് ഇതിൻ്റെ ഇടയിൽ ഇപ്പം എൻ്റെ അടുത്ത് ജഗദീഷ് സാർ പറയുന്നുണ്ട് പിന്നെ non-AC ജയിൽ. അപ്പോൾ അത് ഭയങ്കര ഫണ്ണിയാണെന്ന് ഞാനത് ആലോചിച്ചില്ല. അപ്പോൾ അത് സാർ എന്നാ ഞാൻ ഡയലോഗ് പറഞ്ഞപ്പോഴത്തേക്ക് ഐ ഹാവ് സംതിങ് ഹിയർ, ഞാനൊരു സാധനം പറയാം പറഞ്ഞിട്ട് non-AC ചെയ്യുന്നത്. അപ്പം ഞാൻ ക്യാമറയുടെ ബാക്കി ഞാൻ അതൊരു ഭയങ്കര ഫണ്ണിയാണ്. അപ്പം അങ്ങനെ ആർട്ടിസ്റ്റിന് തന്നെ ഇത്രയും സ്പെക്ക് കിട്ടുമ്പോഴത്തേക്ക് ആർട്ടിസ്റ്റ് അവരുടെ ഒരു ചെറിയൊരു സ്ട്രോക്ക് കൂടെ അതിൽ ആഡ് ചെയ്യും. ചിലപ്പോൾ ആ സ്ട്രോക്ക് ആയിരിക്കും ചിരിക്കുന്നത്, ഓഡിയൻസിന് കണക്ട് ചെയ്ത് അത് കോടതിയാണോ അണ്ടിയാപ്പീസ് ആണോ എന്ന് ജഗദീഷ് സാർ ചോദിക്കുന്നുണ്ട്. എനിക്കത് ഒട്ടും ഫണ്ണി അല്ലായിരുന്നു കേട്ടോ. എനിക്കത് കേൾക്കുമ്പോഴേ അയ്യോ, നമ്മൾ ഈ 2046 അണ്ടിയാപ്പീസിനെ കുറിച്ച് പറയുമ്പോൾ 2012 തന്നെ അണ്ടിയാപ്പീസ് ഞാൻ ഇങ്ങനെ എഴുതായിട്ട് വെച്ചു. പക്ഷെ ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരൊക്കെയോ അത് ഇത് കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ലെറ്റ് മീ കീപ് ദ ഫെയ്ത്ത് അത് വെച്ചു. അത് നല്ല ചിരി കിട്ടുന്നുണ്ട്. അപ്പം യെസ്, രജിഷ വിജയ് പിന്നെ ഈ പറയുന്ന പ്രഭയുടെ കോമഡികളൊക്കെ ഇവർ രണ്ടുപേരും പോകുമ്പോൾ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് സിനിമയിൽ വന്നിട്ടില്ല. പക്ഷെ അത് പരീക്ഷണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിരഞ്ജൻ, ഇവരുടെയൊക്കെ ഈ പറയുന്ന 3 വ്യത്യസ്തമായിട്ടൊരു കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതിന് മുമ്പ്. അപ്പൊ ഇവരുടെ ഇതിലേക്ക് ഇവരെ ചൂസ് ചെയ്യാനുള്ള കാരണം
അല്ല ഞാൻ പറഞ്ഞിട്ട് വേറൊന്നുമില്ല, ഇപ്പൊ ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞ സംഭവം വന്നിരുന്നു. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പൊ അതൊക്കെ വരുമ്പോൾ ഇത് എങ്ങനെയാണ്, കാരണം ഐറ്റം ഡാൻസ് എന്നുള്ളത് ഇത് കഥാപാത്രമായി കഴിഞ്ഞാൽ എല്ലാവരും അതാവണം. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള സംഭവമുണ്ട്. ഐറ്റം ഡാൻസ് ചെയ്യുന്നത് ശരിയാണോ ചിന്ത വരുമല്ലോ, അത് കൺവിൻസ് ആവുക എന്നുള്ളതുണ്ടായിരുന്നു. അല്ല, മാജിക്കലി നമ്മൾ ക്രിയേറ്റീവ് ഒരു പ്രോസസ്സിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഈ അൺസർട്ടനിറ്റീസും പേടികളും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അവർ ചെയ്യും ഇതൊക്കെ അങ്ങ് മാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോയിൽ അങ്ങ് പോവുക. അപ്പം നമ്മൾ ആരെടുത്ത് വേണമെങ്കിലും ഇത് ചോദിക്കാനുള്ള ഒരു ധൈര്യം വരും. ഡെസ്പിറേഷൻ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് സംഭവം നമുക്ക്. അപ്പോൾ ഞാൻ രജിഷൻ കണ്ടപ്പോഴത്തേക്കും ഇത് ഐറ്റം ഡാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ രജിഷൻ അങ്ങനെയൊന്നും ഞാനൊന്നും ആലോചിച്ചു. ഞാൻ ഇതൊക്കെ ഉണ്ട് ഇവരെടുത്താണെങ്കിലും ഇല്ല എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അപ്പം സുരേഷ് കൃഷ്ണ സാറിൻ്റെ അടുത്തൊക്കെ ആ ക്യാരക്ടർ പറയുന്നത് ട്രിക്കി ക്യാരക്ടറല്ലേ. എന്നിട്ട് ഞാൻ അത് അപ്പം നമുക്ക് അങ്ങനെ ആലോചിക്കും. ഞാനും വിഷ്ണു കൂടെ പോയാണ് നമ്മൾ സുരേഷ് സാറിൻ്റെ അടുത്ത് ആ സാധനം പറഞ്ഞു. വിഷ്ണു ആണെങ്കിൽ സുരേഷ് കൃഷ്ണ സാറിന് റൈഫിൾ ക്ലബ്ബിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ കൂടുതൽ അതിൻ്റെ എനിക്ക് എന്തോ ദൈവം സഹായിച്ച ആ സമയത്ത് അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഓർമ്മ വരുന്നത്. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ഇപ്പം പാട്ടൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഇത്ര വലിയ ആഘാതമാണോ ഇതെന്നൊക്കെ ഞാൻ ആലോചിച്ചത്. പാട്ടൊക്കെ ഇറങ്ങിയിട്ടാണ്. അതുവരെ ഞാൻ ഇത് ഒരാളെന്തും പറഞ്ഞ് അത് മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇത് അപ്പോൾ അങ്ങനെ കൂടുതൽ ചിന്തിക്കുന്ന ഒരു സ്പേസിലല്ല എനിക്ക് ദൈവം സഹായിച്ചത് അല്ല. അതെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർ ഫിലിം മേക്കേഴ്സ്, ഫോർ പ്രൊഡ്യൂസേഴ്സ്, ഫോർ റൈറ്റേഴ്സ് എല്ലാവർക്കും പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ആർ ട്രൈങ് ടു മേക്ക് ദ ബെസ്റ്റ് ഐറ്റം പ്രോഡക്റ്റ്. ഇത് ബെസ്റ്റ് നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്തായാലും നമ്മളെക്കാട്ടും ബെസ്റ്റ് സാധനം അത് ഭൂമിയുടെ ഒരു റൂളാണ്. എന്തിൽ ബെസ്റ്റ് ഉണ്ടോ അതിനെക്കാട്ടും ബെസ്റ്റ് എവിടെയെങ്കിലും ഉണ്ട്. അപ്പൊ ഇത് ബെസ്റ്റ്. അതായത് ഒരു സെക്കൻഡ് ഞാൻ വിചാരിച്ചത് ഇനി എങ്ങാനും കൃഷാന്നത് ആലോചിച്ച് പോയിട്ട് എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ വാട്ട് എ മിസ് ദിസ് വുഡ് ഹാപ്പൻ. അല്ലേ, എനിക്ക് റോൾ ഓഫ് എ ലൈഫ് ടൈം എനിക്ക് മിസ്സായി പോകാൻ. സോ താങ്ക്ഫുള്ളി ഹി ഡിഡ് നോട്ട്. ആൻഡ് കറേജസ് ഫിൽം മേക്കേഴ്സ്, നോർമലി ഒരു ഫിൽം മേക്കേഴ്സ് അങ്ങനെ ഒന്നും, കാരണം നമ്മളവിടെ ആക്ടേഴ്സ് ആയിരിക്കുമ്പം പുറമേ ഉള്ള ആൾക്കാർക്ക് നമ്മളെ മുഖം എപ്പോഴും പുറത്തു വരുമ്പോൾ തോന്നുന്നു നമുക്ക് കൂടുതൽ ഏജൻസി ഉണ്ടെന്നില്ല. നമുക്ക് ഏജൻസി ഇല്ല. കാരണം ഞങ്ങള് ഇത് ഒരു നമ്മുടെ മുഖം സ്ക്രീനിൽ വരണമെങ്കിൽ ഒരാൾ കഥ എഴുതണം, ഒരു സംവിധായകൻ അത് ഡിസൈഡ് ചെയ്യണം, ആ സംവിധായകനെ എഴുത്തുകാരന്റെ മനസ്സിൽ നമ്മുടെ മുഖം വരണം, നമ്മൾ അപ്രോച്ച് ചെയ്യാൻ തോന്നണം. ഇത് നമ്മളുടെ അടുത്ത് വന്നാലല്ലേ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചതുപോലെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന എൻ്റെ മുന്നേ ഉള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ എന്നാലും കൃഷാന്ത് തോട്ട് ഓഫ് യു, രജിനെ കുറിച്ച് ആലോചിച്ചല്ലോ. അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നമ്മളുടെ പ്രീവിയസ് വർക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുന്നേട്ട കോസ്റ്റ്യൂം, ലുക്ക്, ക്യാരക്ടറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചൂസ് ചെയ്യാതെ പോയതെങ്കിൽ എനിക്കായിരുന്നു നഷ്ടം സംഭവിക്കുക എന്നുള്ളത്. ഈ സിനിമയിലെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിരിഞ്ഞിരിക്കുമ്പോഴും അവർ തമ്മിൽ വളരെ നന്നായിട്ട് പെരുമാറുന്ന രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ്. അതിനകത്ത് നമുക്കിപ്പം എത്രയാണെങ്കിലും പിരിഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് വരുന്ന ചില തോട്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ശരിക്കും ഒരു മനുഷ്യന്റെ ഇതിലേക്ക് വരുമ്പോൾ അത് മായ്ച്ചു കളയാന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചു. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താ ശരിക്കും ചെയ്തത്? കാരണം വെച്ചാൽ നമ്മൾ ആ രണ്ട് സാധനവും വേണം താനും, എന്നാലും അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്തത്. അപ്പൊ അതൊരു ആ ഒരു ഇതിൽ എന്താ എങ്ങനെ എടുത്തത്? ഞാനൊന്നും ചെയ്തില്ല. മുടി വെട്ടി ഒരു സൈഡ് ഷേവ് ചെയ്ത് തന്നു. കൃഷ്ണന് കണ്ടപ്പോ തന്നെ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു ഇതാണ് ലുക്ക്. ഐ വാസ് വെരി എക്സൈറ്റഡ് പടത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് തന്നെ. പിന്നെ കൃഷാന്ത്, ഐ എം എ ഫാൻ ഓഫ് കൃഷാന്ത്സ് ഫിലിംസ്. അപ്പം അതിലൊരു ഭാഗമാകാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. വിത്ത് ഇങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാസ്റ്റ്, ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. സോ ഇറ്റ് വാസ് ഫൺ. അതുപോലെ തന്നെ ഒരു ജയിലിലേക്ക് കയറി വരുമ്പോൾ കാണാനാണെന്ന് കരുതി അത് കഴിഞ്ഞ് കുഞ്ഞോടെയാണ് എന്തിനാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായപ്പോ നല്ലൊരു ചിരി ഉണ്ടായിരുന്നു. ശരിക്കും അത് ആ ഒരു സാധനമൊക്കെ ചെയ്യുമ്പോൾ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? ചെയ്യുന്നു ഇതേ ഐ തിങ്ക് നിരഞ്ജന്റെ കൂടെ എനിക്ക് കുറച്ചുകൂടെ ചെയ്യാനുള്ള നിരഞ്ജനോടാണ്. ആൻഡ് ഹി അങ്ങോട്ട് റിയാക്ട് ചെയ്ത് കൊടുത്താൽ മതി, പുള്ളിക്കാരൻ ചെയ്തോളൂ. അപ്പം യെസ്, താങ്ക്സ് നിരഞ്ജ്. ഇപ്പം ലാലേട്ടന്റെ കൂടെ ഒരു പടം വരുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതും ഇതേപോലത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പടമാണ്. നമുക്ക് അതിനെ കുറിച്ച് ഇപ്പൊ പറയണത് അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിരഞ്ജ് തരുന്നതായിരിക്കും. കുറെ മാസ് പടമാണ്.
അതേപോലെ ഈ സിനിമയ്ക്കകത്ത് തന്നെ ഇത് ഒരു രജിസ്ട്രേഡ് സിനിമ എന്ന് പറയുന്നുണ്ട്. അപ്പം സെൽമി എന്ന് പറയുന്ന സമയത്ത് ശരിക്കും സൊസൈറ്റി ഈസ് എ മാർക്കറ്റ്, വി ആർ എ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം സൊസൈറ്റിയിൽ റെലവെന്റ് ആയിട്ടൊരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു തോട്ട് വരാനുള്ള ഒരു കാര്യം എന്താണ്? അതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ജീവിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം വിൽപ്പനയുടെ ഒരു പല പല സ്ഥലങ്ങളിലാണ് നമ്മൾ താമസിക്കുന്നത്, ജീവിക്കുന്നത്. അപ്പം എസ്പെഷ്യലി അപ്പം വാല്യൂ ഉള്ള ആൾക്കാർ ആ ഡയലോഗ് എക്സാക്ട്ലി പറഞ്ഞത് വിഷ്ണു അഗസ്ത്യാണ് എൻ്റെ അടുത്ത്. നമ്മൾ സംഘർഷനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിഷ്ണു അഗസ്ത്യ ഒരു ലോങ് ആക്ഷൻ സീനൊക്കെ ചെയ്തു. അപ്പം ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി. ലോങ് ആക്ഷൻ സീൻ, സംഘർഷയുടെ എൻഡിലൊരു വെരി ഇൻട്രസ്റ്റിംഗ് ആക്ഷൻ സീനുണ്ട്. അപ്പം ഞാനൊന്നും അത്ര ഫിറ്റ് അല്ല. അപ്പം വിഷ്ണു ഫിറ്റായിട്ട് ഇത്ര ആക്ഷനൊക്കെ ചെയ്തു, വീണ്ടും ചെയ്യുന്നു, ചാടുന്നു, എല്ലാം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് ഇങ്ങനെ സർപ്രൈസ് എടുത്തിട്ട് വിഷ്ണു അങ്ങനെ തുറന്നിട്ട് ഭയങ്കര കഴിവാടോ, കൊണ്ടുപോയി എന്നെ വിറ്റിടോ. അത് ഞാൻ നോക്കുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് വെരി ട്രൂ. അപ്പൊ ഞാൻ രജിഷയുടെ അടുത്തും ഈ ഡയലോഗ് വിഷ്ണു ഇങ്ങനെ പറഞ്ഞതായിട്ട് തന്നെയാണ്, ഈ ഡയലോഗ് ഇത് പറയേണ്ട രീതി ഇങ്ങനെയാണ് അപ്പൊ എന്ന് പറഞ്ഞു. രജിഷ ശരിക്കും അങ്ങനെ ഡയലോഗ് പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? അതായത് ഇപ്പൊ ശരിക്കും സൊസൈറ്റി റെലവെന്റ് ആയിട്ടുള്ളത് നടക്കുന്ന ഹിന്ദിയും കൂടെ ഇട്ടേ ഉള്ളൂ. അതെ പേജോ അല്ല, അത് ഭയങ്കര റെലവെന്റ് ആണല്ലോ, എല്ലാം വിൽക്കാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണല്ലോ. സോ യെസ്. പക്ഷെ എനിക്ക് വിഷ്ണുവേട്ടന്റെ കറക്റ്റ് മോഡുലേഷൻ പറഞ്ഞതുകൊണ്ട് കുറച്ചും കൂടെ അടിപൊളിയായത്. ഒരു സെക്കൻഡ് പാർട്ടിന്റെ ഒരു സാധ്യത കൂടെ ഉണ്ടല്ലോ. ഒരു ഭാവിയിലൊരു കേസി ഒക്കെ പ്രതീക്ഷിക്കാവോ? താല്പര്യക്കുറവൊന്നുമില്ല. സെക്കൻഡ് പാർട്ട് ടൈറ്റിൽ സിനിമയുടെ അവസാനം എഴുതി കാണിക്കുന്നത് മസ്തിഷ്ക മരണം 2 ഡീകൺസ്ട്രക്ഷൻ ഓഫ് റോബിൻസ് പാരഡോക്സ് എന്ന്. അതൊരു ടൈം ട്രാവലൊക്കെ ഇതിന്റെ കൂടെ തന്നെയുള്ള കോമഡി ഒരു കോൺസെപ്റ്റും കൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പം ഇതിപ്പോൾ ഫങ്ഷണലായി തുടങ്ങിയോണ്ട് ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ വർക്ക് ആവുന്നുണ്ട് സിനിമ. നമ്മൾ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചും ആലോചിക്കുന്നതാണ്. അതെ 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 അതെ. പ്രശാന്തിന്റെ ഒരു ഷോട്ടും കൂടെ ഇതിന്റെ എൻഡിലുണ്ടായിരുന്ന ഒരു ഷോട്ട് കൂടെ എടുക്കാം. പിന്നെ സെൻസർ ചെയ്ത് തിരിച്ചു വരണം. അപ്പം എല്ലാം കൂടെ ആയതുകൊണ്ടാണ് ആ ഷോട്ട് നമ്മൾ എടുക്കാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങ് നിർത്തിയത്. പ്രശാന്തേട്ടനോടെ അങ്ങനെ ആ ഒരു സീനാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്തെങ്കിലും പറഞ്ഞു? അതാ പ്രശാന്തേട്ടൻ്റെ അടുത്ത് ജസ്റ്റ് ഫോട്ടോ അയച്ചിട്ട് പുള്ളി സിനിമ തന്നെയായിട്ടാണ് അത് കണ്ടത്. അതെ അതെ അതെ. പക്ഷെ ആ സീൻ കണ്ടപ്പോൾ തിയേറ്റർ മൊത്തത്തിൽ ഒരു വലിയൊരു ചിരി പടന്നു. അതാ പ്രശാന്തേട്ടനും കൂടെ ഉള്ള ഒരു അംഗീകാരമാണല്ലോ. പുള്ളി അതിനാ ഒറ്റ സീനിൽ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടേ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞപ്പോ പ്രശാന്തേട്ടൻ പറഞ്ഞ നീ ഇത് വേറെ എവിടെ പോയി പറയരുത്, പിന്നെ ഇനി ഡയറക്ടേഴ്സ് എന്റെ ഫോട്ടോ മാത്രമേ കൂടുതൽ നമുക്ക് തിരി വരുന്നത് സംസാര രീതി, സ്ലാങ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് പിടിക്കാൻ പറ്റിയത്? എങ്ങനെ എത്ര എഫേർട്ട് എടുത്തു ഇതിന്? എനിക്കിഷ്ടമാണ് സ്ലാങ്ങില് ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് സ്ലാങ്സ്. പണ്ട് തൊട്ട് സിനിമ വരുന്നതിന് മുമ്പേ ഞാൻ ഇങ്ങനെ ചുമ്മാ ഫ്ലോയും പോയി അല്ല. അപ്പൊ അല്ല അത്രേ. അപ്പൊ അത് പക്ഷെ അതിന് ഓക്കെ ആയിരുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സ്ലാങ് ഒക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണത്. പക്ഷെ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ വന്നിട്ട് ഭയങ്കര രസമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഹാപ്പി ആയി. അതെ അതെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏതെങ്കിലും ഡയലോഗ്? കാലത്തിലുള്ളതല്ലേ തവിയിൽ വരത്തുള്ളത്. ഓക്കെ, താങ്ക് യു. എന്തോന്ന് റെജി ഇത്? എന്താ പോളൂ? ഇപ്പം ബൈസൺ എന്ന് പറഞ്ഞ സിനിമ ഐ ഹോപ്പ് രേഷയുടെ ലൈഫിൽ തന്നെ കരിയറിൽ തന്നെ ഒരു ബ്രേക്ക് വന്നിട്ടുള്ള ഒരു പടമാണ്. അത് മാത്രമല്ല ഇപ്പൊ പടം നോക്കിക്കഴിഞ്ഞാൽ
അതിൽ നായികയല്ല, പക്ഷെ നായികയെക്കാട്ടിലും സ്റ്റോറി ചെയ്തിട്ട് പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് ഉള്ള ഒരു പടമാണ്. അപ്പം ഇനി സിനിമ ചൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ അത്തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ആ ഒരു സിനിമ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ബൈസൺ ഇറങ്ങിയതിന് ശേഷമുള്ള രജിഷയ്ക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എനിക്കല്ലേ നമ്മുടെ ഈ സിനിമയിലെ നായിക എന്ന് പറയുന്ന കോൺസെപ്റ്റ് എപ്പോഴും നായകന്റെ റൊമാൻറ്റിക് പെയറിനെയാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത്. ഇപ്പം ചില സമയത്ത് അമ്മ റോളായിരിക്കാം സിനിമയിലെ ശരിക്കുള്ള നായിക, അല്ലെങ്കിൽ സിസ്റ്റർ ആവാം, ഫ്രണ്ട് ആവാം. നമുക്ക് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ ഇപ്പം മധുര മനോഹര മോഹത്തില് ഞാൻ എഗൈൻ സിസ്റ്ററാണ് ആ സിനിമയിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ സിനിമയിൽ നമ്മൾ 5 മിനിറ്റ് ആണോ 10 മിനിറ്റ് ആണോ മുഴുനീളം നമ്മളാണ് ഇതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. ഇപ്പം ഇന്ന് തന്നെ ഇപ്പൊ നിങ്ങൾ ഇവിടെ എടുത്തു നോക്കും, ഇപ്പൊ നമ്മള് ദിവ്യയുടെ ക്യാരക്ടർ ആണെങ്കിലും ആനിന്റെ ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഫ്രീഡേ അല്ലാതെ ഈ 2 ക്യാരക്ടേഴ്സിന് പ്രശാന്തനെ അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇരുകയും നീട്ടി സ്വീകരിച്ച് ഞാൻ പോയെന്നാ ചെയ്യാൻ. ഞാൻ പറയാന്ന് പറഞ്ഞാൽ എവിടെ നല്ല ഹോപ്പ് ഉണ്ട്, എവിടെ നല്ല ക്യാരക്ടർ കിട്ടുമോ അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഭാഗ്യം കിട്ടുക എന്നുള്ളതാണ് പ്രൈമറി. പിന്നെ ബൈസൺ സക്സസ്ഫുൾ ആയി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ തമിഴിലാകെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഏത് സിനിമയും നമ്മൾ ചെയ്യുമ്പോൾ ആ സിനിമ വർക്ക് ആവുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അതുപോലെ തന്നെ ഇപ്പം ഇന്ന് മസ്തിഷ്ക കാരണം ഇവിടെ നല്ല റിവ്യൂസ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു എവരിവൺ. അല്ല, എനിക്ക് ജസ്റ്റ് ഒരു കാര്യം, അതായത് നിങ്ങൾ മീഡിയാസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയുടെ ഒരു അവയർനെസ് വേണമല്ലോ, ഒരു സിനിമ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അത് ആൾക്കാരിലോട്ട് എത്തിക്കാൻ നിങ്ങൾ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ആ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. Thank you.